ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 1000 വിഷു ആശംസകൾ. രാവിലെ തന്നെ കണിയൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ ഭഗവാനെ കാണാൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പ് കണിക്കൊന്നൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒന്നും എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടാണ് കേട്ടോ. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ സെറ്റ് മുണ്ടും ആക്കി കേട്ടോ. സെറ്റ് മുണ്ട് കൊടുത്തിട്ടാണ് ഇവിടെ ബാക്കി പണികളൊക്കെ നോക്കാറ്. അപ്പോൾ ഇന്ന് ആൾ പറഞ്ഞു ഒന്ന് നമുക്ക് ഫുഡ് ഇന്ന് പുറത്തുനിന്ന് വരുത്താം, എല്ലാ ദിവസവും തന്നെയാണല്ലോ പണിയാണല്ലോ, ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് കണ്ടില്ലേ, ഷെഫ് ദിലീപിൻ്റെ നമ്മുടെ ഈ ഇവിടെയൊക്കെ അത്യാവശ്യം ഫേമസ് ആയ ടേസ്റ്റ് മന്ത്രി എന്നാണ് ഇന്നത്തെ നമ്മളെ വിഷുസദ്യ നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ഈസി ടു ഹാൻഡിലായിട്ട് നമുക്ക് കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റുന്ന അത്ര അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തന്നത്. നമ്മൾ ആ പാക്ക് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് മേലെ തന്നെ വാഴയിലുണ്ട്, അതിനടിയിലായിട്ട് ഓരോരോ കറികളും ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ആ വാഴയിലൊന്ന് എടുത്ത് മാറ്റി നോക്കി. അപ്പോൾ നമ്മളിതാ ഓരോന്നായിട്ട് നോക്കാം. ഇത് പായസമാണ് കേട്ടോ, പരിപ്പ് പ്രഥമനാണ്. പിന്നെ മാമ്പഴക്കളനുണ്ട്, ചോറുണ്ട്, മട്ടരിൻ്റെ ചോറാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചടി, ബീട്രൂട്ട് പച്ചടി, ഉപ്പ്. ഞാൻ ഓർഡറിലൊന്നും അല്ല കേട്ടോ, കിട്ടുന്നതിനനുസരിച്ച് കയ്യിലെടുത്തിട്ടാണ് പറയുന്നത്. അച്ചാറ്, നമ്മുടെ പുളിയിഞ്ചി, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി ഉണ്ട്, പഴമുണ്ട്, കാബേജ് തോരൻ, അവിയൽ, എല്ലാം നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ. പിന്നെ പാലട പായസമാണ്, 2 തരം പായസമാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ എലശ്ശേരി, മത്തങ്ങ പയറും എലശ്ശേരി, നല്ല മോര്, സാമ്പാർ, പപ്പടം. പപ്പടത്തിനുള്ളിൽ തന്നെ നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടോ മുളക് കൊണ്ടാട്ടോ ഉണ്ട് കേട്ടോ. ഇത് കായനെ കൊണ്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. പിന്നെ പച്ചടി, രസം, ഓലൻ, പിന്നെ പരിപ്പും നെയ്യുമാണ്. പിന്നെ കുറുക്ക് കാളനുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളെ വിഷു സദ്യേൻ്റെ കിറ്റിലുള്ളത്. അതിലേക്ക് നമ്മുടെ പായസങ്ങളും എല്ലാം വെച്ച് നമുക്കിനി നമ്മുടെ ഒരു ഇലയിലേക്ക് വിളമ്പാം. നമ്മൾ ആദ്യം മാറ്റി വെച്ച ഇലയിലേ അതെടുത്തിട്ട് നമുക്ക് വിളമ്പുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഐറ്റംസും നമ്മുടെ ഇല നിറയെ വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു വിഷു സദ്യയാണ് കേട്ടോ. പിന്നെ ഈ ടേസ്റ്റ് മന്ത്രേൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അവരെ കല്യാണ ബിരിയാണി ആണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ ഫുഡിൻ്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ. നമ്മുടെ നോൺ വെജിലെ കടായി ചിക്കൻ ആണെങ്കിലും പൊറോട്ട ആണെങ്കിലൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. അപ്പം നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതേ ഇലയിൽ തന്നെ ആദ്യം പാലട പായസം വിളമ്പി അത് കുടിച്ചു. അതിനുശേഷം പരിപ്പ് പ്രഥമനും. അപ്പോൾ ഇന്നത്തെ വിഷു സദ്യ നമ്മളത് കെങ്കേമായിട്ടുണ്ട്. താങ്ക്സ് ടു ടേസ്റ്റ് മന്ത്ര.